തുറമുഖത്തിന്റെ വികസനത്തിനായി 8607 കോടി രൂപ വിദേശ നിക്ഷേപകരിൽ നിന്നും സ്വരൂപിച്ച് അദാനി. ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെ അടങ്ങിയ വിമാനത്താവളമാണ് അദാനി മാനേജ് ചെയ്യുന്ന മുംബൈ വിമാനത്താവളം. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനം, ആധുനികവൽക്കരണം, കപ്പാസിറ്റി വർദ്ധിപ്പിക്കൽ എന്നീ കാര്യങ്ങൾക്കാണ് ഈ തുക വിനിയോഗിക്കുകയെന്ന് അദാനി എയർപോർട്ട് ഹോൾഡിംഗ് ലിമിറ്റഡ് പറയുന്നുണ്ട്. AHL എന്നത് അദാനി എന്റർപ്രൈസസ് എന്ന അദാനിയുടെ മാതൃകമ്പനിയുടെ ഉപകമ്പനിയാണ്. ആകെ സമാഹരിച്ച 8607 കോടി രൂപയിൽ 6455 കോടി രൂപ 2029 തിരിച്ചടയ്ക്കേണ്ടതാണ്. പക്ഷേ ഇത്രയും തുക വീണ്ടും ഇതേ വിമാനത്താവളത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കാമെന്നതാണ് വ്യവസ്ഥ. ഇന്ത്യയിൽ ആദ്യമായാണ് എയർപോർട്ടുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡഡ് നിലവാരത്തിലുള്ള പ്രൈവറ്റ് ബോണ്ട് നിക്ഷേപകമായി ലഭിക്കുന്നത്. കമ്പനികൾ ഓഹരി വിപണിയിലൂടെ അല്ലാതെ സ്വകാര്യ വായ്പയായി നൽകുന്ന നിക്ഷേപത്തെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡഡ് നിലവാരത്തിലുള്ള പ്രൈവറ്റ് ബോണ്ട് നിക്ഷേപം എന്ന് പറയുന്നത്. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് അധികം റിസ്ക് ഇല്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിക്ഷേപകർ ഇപ്രകാരം മുതൽ മുടക്കുക. ഇത് അദാനി എയർപോർട്ടിലും അദാനി എന്ന ബ്രാൻഡിലും അന്താരാഷ്ട്ര നിക്ഷേപകർക്കുള്ള വിശ്വാസ്യതയുടെ ലക്ഷണം കൂടിയാണ്. അപ്പോളോ മാനേജ് ചെയ്യുന്ന ഫണ്ടുകളാണ് ഈ നിക്ഷേപം നൽകുന്നത്. ഇതിൽ ബ്ലാക്ക് റോക്ക് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളും സ്റ്റാൻഡേർഡ് ചാർട്ടേഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ അടിസ്ഥാന വികസനത്തിലും അദാനി എയർപോർട്ടിലുമുള്ള ആഗോള നിക്ഷേപകരുടെ വിശ്വാസ്യതയുടെ പ്രതീകം കൂടിയായി മാറുകയാണ് ഈ നിക്ഷേപം. അതേസമയം മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിലും ഊർജ്ജത്തിലും ലോജിസ്റ്റിക്സിലും നിഴൽ വീഴ്ത്തുന്നത് തുടരുകയാണെന്ന് ചൊവ്വാഴ്ച നടന്ന അദാനി എന്റർപ്രൈസിന്റെ വാർഷിക പൊതുയോഗത്തിൽ ഗൗതം അദാനി വ്യക്തമാക്കി. യൂറോപ്പിൽ സാമ്പത്തിക ആത്മവിശ്വാസം ഇടറി. US-ന് അതിന്റേതായ വെല്ലുവിളികളുണ്ട്. ഈ ശബ്ദ കോലാഹലങ്ങൾക്കിടയിലും ഇന്ത്യ വേറിട്ടു നിൽക്കുകയും മറ്റേതൊരു പ്രധാന രാഷ്ട്രത്തെക്കാളും വേഗത്തിൽ വളരുകയും ചെയ്തു. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ അദാനി ഗ്രൂപ്പിന് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം ഇസ്രായേലിൽ അദാനിയുടെ സാന്നിധ്യത്തിന്റെ കേന്ദ്രം ഹൈഫ തുറമുഖമാണ്. അവിടെ അദാനി പോർട്സിന് 70% ഓഹരിയുണ്ട്. 2023 ഇസ്രായേലിന്റെ ഗാഡോട്ട് ഗ്രൂപ്പുമായി പങ്കാളിത്തത്തിൽ $1.2 ബില്യൺ അദാനി പോർട്ട് ഏറ്റെടുത്തു. വടക്കൻ ഇസ്രായേലിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം അദാനി പോർട്ടിന്റെ വാർഷിക ചരക്കളവിൽ ഏകദേശം 3% സംഭാവന ചെയ്യുന്നു. കൂടാതെ ഇസ്രായേലിന്റെ ഇറക്കുമതിക്കും കയറ്റുമതിക്കും ഇത് നിർണായകമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാനിയൻ ബാലിസ്റ്റിക്സ് മിസൈലുകൾ ഹൈഫയെയും അടുത്തുള്ള എണ്ണ ശുദ്ധീകരണശാലയെയും ലക്ഷ്യമാക്കി നടത്തിയതായി ജൂൺ 14 ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുറമുഖത്തിന് സമീപമുള്ള ഒരു കെമിക്കൽ ടെർമിനലിന്റെയും ശുദ്ധീകരണശാലയുടെയും ഭാഗങ്ങളിൽ ഷ്രാപ്നെൽ പതിച്ചതായി റിപ്പോർട്ടുണ്ട്. എന്നിരുന്നാലും തുറമുഖ പ്രവർത്തനങ്ങൾക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അദാനി ഗ്രൂപ്പ് നിഷേധിച്ചു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെക്കുറിച്ചും ഗ്രൂപ്പിനെതിരായ FCCയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ചും അദാനി സംസാരിക്കുകയും ചെയ്തു. അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും FCCയിൽ നിന്നും ഞങ്ങൾ ആരോപണങ്ങൾ നേരിട്ടപ്പോൾ എത്ര വലിയ ശബ്ദങ്ങൾ ഉയർന്നിട്ടും അദാനി ഗ്രൂപ്പിലെ ആരും FCPയെ ലംഘിച്ചതോ നീതി തടസ്സപ്പെടുത്തുകയോ കുറ്റം ചുമത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. സത്യത്തേക്കാൾ ഉച്ചത്തിൽ നിഷേധാത്മക പ്രതിധ്വനിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിയമപ്രക്രിയകളുമായി നമ്മൾ സഹകരിക്കുമ്പോൾ നമ്മുടെ ഭരണം ആഗോള നിലവാരത്തിലുള്ളതാണെന്നും നമ്മുടെ അനുസരണ ചട്ടക്കൂടുകൾ വിലപേശാൻ കഴിയാത്തതാണെന്നും ഞാൻ വീണ്ടും പ്രസ്താവിക്കട്ടെ. ഇന്ത്യൻ വൈദ്യുതി വിതരണ കരാറുകൾ നേടിയെടുക്കാൻ കൈക്കൂലി നൽകിയതിനും ഫണ്ട് ശേഖരണ സമയത്ത് US നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചതിനും അദാനിയും അനന്തരവൻ സാഗർ അദാനിയും US അധികാരികൾ കുറ്റം ചുമത്തിയതിനെ അടിസ്ഥാനമാക്കിയാണ് കോടീശ്വരന്റെ അഭിപ്രായങ്ങൾ വന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.